ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രശ്മീസ് ക്രാഫ്റ്റ്സ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഹായ്, എല്ലാവർക്കും രശ്മീസ് ക്രാഫ്റ്റ്സിലേക്ക് ഒന്നും കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓറഞ്ച് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കേക്ക് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ആദ്യമേ നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് 2 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. വെള്ള ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുത്താലും മതി. ബീറ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് കുറച്ചായിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചതും മുട്ടയുടെ വെള്ളയും കൂടെ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ലൊരു വൈറ്റ് ഫോമി കൺസിസ്റ്റൻസി പതഞ്ഞ് നല്ലതുപോലെ കിട്ടണം നമുക്ക്. എങ്കിൽ മാത്രമേ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ, ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. നല്ലതുപോലെ ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മുട്ടയുടെ മഞ്ഞക്കരുവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കാം. മഞ്ഞക്കരുവും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കിതുപോലൊരു ഓറഞ്ച് എടുക്കാം. ഓറഞ്ചിൻ്റെ ഈ പുറത്തുനിന്നുള്ള ഈ സ്കിൻ ചെറുതായിട്ട് നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ ഓറഞ്ച് സെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് കേക്കിലിടാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓറഞ്ച് സെസ്റ്റ് എടുക്കാം. ഇതുപോലെ നമുക്ക് കിട്ടും. ഇതുപോലെ ഞാൻ എടുത്തു. ഒരു 3-4 സ്പൂൺ എണ്ണ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 1/2 കപ്പ് എണ്ണ എടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഓറഞ്ച് സെസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കേണ്ടതുണ്ട്. ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഓറഞ്ചിൻ്റെ ജ്യൂസ് നമുക്ക് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ജ്യൂസ് ഞാൻ ഇതുപോലെ പിഴിഞ്ഞെടുത്തു. നമുക്ക് ഈ ഓറഞ്ച് ജ്യൂസിനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയും ഓറഞ്ച് സെസ്റ്റും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതിലോട്ട് ആഡ് ചെയ്ത് എല്ലാം കൂടി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ ബൗളിലോട്ട് 1 കപ്പ് മൈദാമാവ് ആഡ് ചെയ്യുവാണ് ഞാൻ. 1 കപ്പ് മൈദാമാവും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്യാം. നമുക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം ബൗളിലേക്ക്. അരിച്ച് ചേർത്ത് കൊടുത്തു. നമുക്ക് പതുക്കെ ആ മിക്സ് നമുക്കിതിലോട്ട് മുട്ടയും മൈദാമാവും ബേക്കിംഗ് പൗഡറും എല്ലാം കൂടി യോജിപ്പിച്ച് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇനി ആ മിക്സിൽ നിന്ന് കുറച്ച് മാവെടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് സെസ്റ്റും എണ്ണ ജ്യൂസ് ആ സൊല്യൂഷനിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് ഇളക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവിലോട്ട് തിരിച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ
കേക്കിൻ്റെ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ നല്ലതുപോലെ ഇളക്കി തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് പാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലത്തെ പാൻ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലത്തെ ആ പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തു. അകത്ത് എണ്ണ തേച്ച് കൊടുക്കുക. അതിലേക്ക് ബേക്കിംഗ് ഷീറ്റ് വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തും കൂടി എണ്ണ തേച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് മിക്സ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് നമുക്കിങ്ങനെ തട്ടി കൊടുക്കാം. എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 25-30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ബേക്കായി കിട്ടുന്നതാണ്. അങ്ങനെ അടച്ചു വെച്ച് കൊടുക്കാം. ബാക്കി വന്ന ബാറ്ററും കൂടി അടുത്ത ഒരു ട്രേയിലേക്ക് ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ട്രേ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ അലുമിനിയം കേക്ക് ട്രേയിൽ ഒഴിച്ച് കേക്ക് തയ്യാറാക്കാവുന്നതാണ്. അങ്ങനെ 2 പാത്രം ഇതുപോലെ കേക്ക് ട്രേ ഞാൻ ഫില്ല് ചെയ്ത് ബേക്ക് ചെയ്യാനായിട്ട് ഒഴിച്ചു വെച്ച് കൊടുത്തു. ഒരു 25-30 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. കേക്കെല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കാം. കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. 2 കേക്കും റെഡിയായി കഴിഞ്ഞു. തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് പുറത്ത് വെച്ചു. അതിൽ നിന്ന് പുറത്തെടുക്കുവാണ്. നമ്മുടെ 2 കേക്കും ട്രേയിലെ കേക്കും ഇവിടെ ഞാൻ പുറത്തെടുത്തു. കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റും ഫ്ലഫിയുമായിട്ടുള്ള ഓറഞ്ച് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. വളരെ സോഫ്റ്റാണ്. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓറഞ്ച് കേക്ക്. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.